ഇതാണ് ധർമ്മസ്ഥലയിൽ എങ്കിൽ ചേർത്തലയും ഒരു മിനി ധർമ്മസ്ഥലയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഐഷ തിരോധാന കേസിൽ റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. പോലീസിന് റോസമ്മ നൽകിയത് വ്യത്യസ്തമായ മൊഴികൾ ആണ്. ഐഷ തിരോധാനത്തെക്കുറിച്ച് റോസമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന സംശയത്തിൽ ആണിപ്പോൾ പോലീസ്. സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്താണ് റോസമ്മ. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന നിർണായകമായ വെളിപ്പെടുത്തൽ റോസമ്മ ന്യൂസ് 18നോട് നൽകിയിരുന്നു. ഇതിലൂടെയാണ് ഈ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനും ഇങ്ങനെ റോസമ്മയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. അതേസമയം സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ പ്രതി സെബാസ്റ്റ്യൻ ഇപ്പോഴും ഒഴിഞ്ഞുമാറുകയാണ്. മാസങ്ങളായി വീട്ടിൽ താമസമില്ല എന്നും മറ്റാരെങ്കിലും കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടം ആകാം എന്നുമാണ് ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ മറുപടി നൽകുന്നത്. അങ്ങനെ പോലീസിനെ വഴിതെറ്റിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ വാർത്തയുടെ ഒരു ബിഗ് ഇമ്പാക്ട് എന്ന് തന്നെ പറയാം. റോസമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ശരണ്യ, റോസമ്മയുടെ പ്രതികരണം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവിടെ ഈ ഐഷയെക്കുറിച്ച്, സെബാസ്റ്റ്യന് മറ്റ് സ്ത്രീകളുമായുള്ള സൗഹൃദത്തെക്കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് റിട്ടയേർഡ് അധ്യാപിക ഇതുപോലെ സമാനമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ റോസമ്മയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നോ, അല്ലെങ്കിൽ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നോ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ റോസമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്ന സംശയം കൂടിയാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ടാകുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റോസമ്മയ്ക്ക് ആ കാര്യങ്ങൾ അറിയുമോ എന്നുള്ള സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂസ് 18ലൂടെ റോസമ്മ നടത്തിയ വെളിപ്പെടുത്തൽ, ആദ്യഘട്ടത്തിൽ ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും, അതായത് 2012 കാലയളവിൽ റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് ഇതിനകത്ത് സെബാസ്റ്റ്യൻ എന്ന ആളുടെ പങ്കിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, റോസമ്മ നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവച്ചു. ഐഷ തന്റെ സ്വന്തം സ്ഥലം തന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പാണ്, തലേദിവസമാണ് ഐഷയെ കാണാതാകുന്നതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തൽ അവർ നമ്മളോട് നടത്തി. ഐഷയുടെ പണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലുള്ള അടുത്ത സൗഹൃദം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. താൻ പോയിട്ട് വന്ന്, അതായത് താൻ സെബാസ്റ്റ്യനെ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് എന്നുള്ളതാണ് റോസമ്മ വ്യക്തമാക്കിയത്. പക്ഷേ താൻ ഒരു ദിവസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഐഷയും സെബാസ്റ്റ്യനും ആ വീട്ടിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. JCB ഉപയോഗിച്ച് പുരയിടമടക്കം കിളക്കുകയും ചെയ്തിരുന്നു. അതിൽ തനിക്ക് ആ ഒരു കാര്യത്തിൽ വ്യക്തമായ റോസമ്മയുടെ വാക്കുകളിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്. മാത്രമല്ല, ഐഷയെ കാണാതാകുന്നതിൽ സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾക്ക് നൽകിയ അഭിമുഖത്തിന് ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ഒപ്പം തന്നെ 2 ടീമുകളായി ഇവരോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്ന രീതി ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ചില വിവരങ്ങൾ, അതിനാൽ സംശയാസ്പദമായ ചില വിവരങ്ങൾ ഇവർ പങ്കുവച്ചു എന്നുള്ളതാണ്. അതായത് വീടിനോട് ചേർന്നുള്ള പുരയിടം സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് അവിടെ JCB ഉപയോഗിച്ച് കിളച്ചിരുന്നു എന്ന് ഇവർ നമ്മളോട് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, അത് എന്തിനാണ് അതങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അനുവാദം കൊടുക്കാതെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നാട്ടിലായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അവർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ ചില വിരുദ്ധതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ റോസമ്മയ്ക്ക് അറിവുണ്ട് എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി ഈ വിവരങ്ങൾ റോസമ്മയിൽ നിന്ന് തേടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ മൊഴിയായിരുന്നു, നമ്മളോട് വെളിപ്പെടുത്തലായിരുന്നു ഐഷയുടേത്, ഈ റോസമ്മയുടേത്. മാത്രമല്ല, തലേ ദിവസം വരെ, അതായത് ഐഷയുടെ കുടുംബത്തിനോട് തലേ ദിവസം വരെയും മക്കളോടടക്കം സംസാരിക്കുമ്പോഴും സെബാസ്റ്റ്യനും ഐഷയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള നിലപാടിലായിരുന്നു നമ്മൾ സംസാരിച്ച മലപ്പുറത്തുള്ള മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള 2 സ്ഥിരീകരണങ്ങൾ നമുക്കിപ്പോൾ പുറത്തു കൊണ്ടുവരാനായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും നിർണായകമായ റോസമ്മ, ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഗാഢതയെക്കുറിച്ച് വെളിപ്പെടുത്തിയ റോസമ്മ. ഇവർ 3 പേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു.
ഒപ്പം തന്നെ സെബാസ്റ്റ്യന് ഐഷയെ പരിചയപ്പെടുത്തി കൊടുത്തതും റോസമ്മയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ റോസമ്മയുടെ വീടിന് തൊട്ട് പുറകിലായാണ് ഐഷ താമസിച്ചിരുന്നത്. അത്തരത്തിലുണ്ടായിരുന്ന സൗഹൃദം, ആ സൗഹൃദത്തിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിൽ നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്ന ഒരു വിവരമാണ്. അതായത് സെയിം മോഡസിൽ തന്നെ സെബാസ്റ്റ്യൻ റോസമ്മയുടെ അയൽവാസി ഐഷയെ അപ്രോച്ച് ചെയ്ത അതേ മോഡസിൽ തന്നെ ഈ തൊട്ടടുത്തുള്ള അയൽവാസിയായ റിട്ടയർഡ് അധ്യാപികയെ കൂടി അയാൾ സമീപിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്നു. എലിസബത്ത് ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക, ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഭർത്താവ് മരിച്ചുപോയതിനു ശേഷം ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്നെയും തേടി സെബാസ്റ്റ്യൻ ഇവിടെ എത്തിയിരുന്നു എന്ന് അവർ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞു. മാത്രമല്ല അവർ ഈ ഘട്ടത്തിൽ ഇയാളെ ബന്ധുക്കളോട് വിശദാംശങ്ങൾ തേടിയപ്പോൾ വളരെ മോശക്കാരനാണെന്ന് മനസ്സിലാക്കുകയും ആദ്യഘട്ടത്തിൽ, അതായത് വീട്ടിലേക്ക് തൻ്റെ വീടും പുരയിടവും മറ്റൊരിടത്തേക്ക് വാങ്ങി നൽകാം തനിക്ക്, അതായത് വഴി പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് ടീച്ചർ താമസിക്കുന്നത്, ടീച്ചർക്ക് ഞാൻ നല്ലൊരു വീടും പുരയിടവും മറ്റൊരു സ്ഥലത്ത്, അതായത് ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് ടീച്ചർ, വിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ ടീച്ചറെ സ്വാധീനിക്കാൻ പള്ളിപ്പുറത്തെ പള്ളിയോട് ചേർന്ന് ടീച്ചറിന് ഒരു വീട് സ്ഥലവും ഹൈവേയുടെ സൈഡിൽ വാങ്ങി നൽകാമെന്ന മോഹന വാഗ്ദാനവുമായി ഇയാൾ സമീപിച്ചിരുന്നു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ. മറ്റ് കേസുകൾ ഇയാൾ സ്ത്രീകളെ സമീപിച്ച അതേ അപ്രോച്ചിൽ ടീച്ചറെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ ഇനി ഇഴകീറി പരിശോധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ടീച്ചർ തന്നെ ഇയാളെ ഒഴിവാക്കി വിട്ടത് മറ്റൊരു കാര്യം കൊണ്ടാണ്. അതായത് ഇയാളുടെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾ വളരെ മോശക്കാരനെന്ന് മനസ്സിലാക്കുകയും തനിക്ക് അങ്ങനെ ഒരു ഭൂമി ഇടപാട് നിങ്ങളുമായി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർശനമായി പറഞ്ഞുകൊണ്ട് ഇയാളെ മാറ്റി നിർത്തുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ രാത്രിയും പകലും വന്നു പോകുന്നത് തൊട്ട അയൽവാസിയാണ്. ടീച്ചറുടെ വീട്ടിൽ നിന്ന് റോസമ്മയുടെ വീട് കാണാം. അത്തരത്തിൽ റോസമ്മയുടെ വീട്ടിൽ രാത്രിയും പകലും സെബാസ്റ്റ്യൻ വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. റോസമ്മ പറഞ്ഞ അതേ സമാനമായ മൊഴിയുടെ വിവരങ്ങൾ പറഞ്ഞു. JCB ഉപയോഗിച്ച് തെളിക്കുന്നത് താനും കണ്ടു, കുഴിയെടുക്കുന്ന ഒരു അസ്വാഭാവികത എനിക്ക് തോന്നി എന്ന് ടീച്ചർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസ്, ഇതെല്ലാം ബന്ധപ്പെട്ട് ഈ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘം തേടുമ്പോഴും സെബാസ്റ്റ്യൻ ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ്. അതാണല്ലോ ശരണ്യ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇന്നലെ ശരണ്യ ആ ടീച്ചറിന്റെ പ്രതികരണം എടുക്കുമ്പോൾ ആ ടീച്ചർ ഉപയോഗിച്ച വാക്ക് തന്നെ സെബാസ്റ്റ്യൻ ഉഡായിപ്പാണ് എന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രദേശവാസികൾക്കൊക്കെ അത്തരത്തിലൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ആ ഉഡായിപ്പായിട്ടുള്ള സെബാസ്റ്റ്യൻ ഇപ്പോഴും അത് തുടരുന്നു എന്നാണോ ശരണ്യ നമുക്ക് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് മാസങ്ങളായി താൻ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മറ്റാരെങ്കിലുമൊക്കെ മൃതദേഹം കുഴിച്ചിട്ടതായിരിക്കാം എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. കൃത്യമായി ഈ പോലീസിന് വിവരങ്ങൾ നൽകാതിരിക്കുക, പോലീസിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അതാണോ ഇപ്പോഴും സെബാസ്റ്റ്യൻ തുടരുന്നത്? സെബാസ്റ്റ്യൻ വളരെ കണ്ണിങ് ആയി തന്നെയാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യനെ സംബന്ധിച്ച് ഇന്നലെ അവിടെ രാവിലെ ഒരു 11:30 കൂടി സെബാസ്റ്റ്യനെ എത്തിച്ചു. സെബാസ്റ്റ്യൻ ഈ ചോദ്യം ചെയ്യൽ ഘട്ടത്തിലൊക്കെ തന്നെ സെബാസ്റ്റ്യൻ വീടിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് തൊട്ടിപ്പുറത്തെടുത്ത കുഴിയിൽ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടെത്തുമ്പോഴും സെബാസ്റ്റ്യൻ തനിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. താൻ മാസങ്ങളായി ഇവിടെ താമസമില്ലാത്ത ആളാണ്, ജസ്റ്റ് വന്നു പോവുക മാത്രമേ ഉള്ളൂ, ആളില്ലാത്ത പുരയിടമാണ്, ആർക്ക് വേണമെങ്കിലും എന്തും കുഴിച്ചിടാം എന്നുള്ള നിലപാടാണ് ഇന്നലെ ആ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴും ക്രൈംബ്രാഞ്ച് ആലപ്പുഴ SP ഷൗക്കത്ത് അലി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് പറയുന്നതും ഇത്രയും മുതിർന്ന ഉദ്യോഗസ്ഥരോട് പോലും അയാൾ പറയുന്നത് തനിക്കറിയില്ല, അത് മറ്റാരെങ്കിലും കൊണ്ടിട്ടതാകും എന്നുള്ള അതേ നിലപാട്. ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്റെ ഭക്ഷണവും ഒപ്പം തന്നെ മരുന്നിനെയും കുറിച്ച്, ഇൻസുലിനെയും കുറിച്ച് ഇയാൾ പറഞ്ഞു. പ്രമേഹ രോഗിയാണ്, ഇൻസുലിനെയും കുറിച്ച് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് അയാൾ പ്രയോറിറ്റിയായി പറയുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ പൊറോട്ട വേണം, ബ്രെഡ് വേണം, ഇങ്ങനെ ഇടവേളകൾ ഇയാൾ ആവശ്യങ്ങൾ ഉന്നയിച്ച അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇത് ഉന്നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ കഴിക്കുകയും ഇതൊക്കെ നേടുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് വൈകുന്നേരമായപ്പോൾ വിശ്രമിക്കേണ്ട ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇയാൾ തിരികെ കൊണ്ടുപോകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനപ്പുറത്തേക്ക് സെബാസ്റ്റ്യൻ ഇതുവരെ വാ തുറന്ന ജൈനമ്മയെ അറിയാമെന്നൊരു വാക്ക്, ജൈനമ്മയുമായി ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു കാര്യങ്ങളിലും അറിവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അയാൾ ഉറച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല
മാത്രമല്ല ഫോൺ കണ്ടെത്തിയത് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഫോൺ റീചാർജ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അയാൾക്ക് ഈ നമ്പർ റീചാർജ് ചെയ്യാൻ പറഞ്ഞു, താൻ റീചാർജ് ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലപാടില്ല. ആ ഫോൺ റിക്കവർ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വർണം പണയം വെച്ചു എന്ന് പറഞ്ഞു, സ്വർണം ഉരുക്കി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു റിക്കവറി വന്നിട്ടില്ല. പിന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കാൻ എത്തിയത് മറ്റൊരാളാണ്. മനോജ് എന്ന് പറഞ്ഞ മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എത്തിയിട്ടുള്ളത്. പണം വാങ്ങാൻ ഇതിൽ നിർണായകമായ ഒരു മൊഴിയുള്ളത് ഈ ജയനമ്മയുടെ സ്വർണം വിറ്റ പണം വാങ്ങാനായി എത്തിയത് സെബാസ്റ്റ്യനാണ് എന്നുള്ള ജ്വല്ലറി ഉടമ സദാശിവൻ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്വേഷണ സംഘത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷണ സംഘത്തിൽ ഇപ്പോഴും സെബാസ്റ്റ്യൻ ഇത്രയും പ്രഗത്ഭരായ ഒരു ടീമിനെ വർഷങ്ങളായി എങ്ങനെയാണോ സെബാസ്റ്റ്യൻ കറക്കിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കറക്കുന്നത്. വളരെ ലാഘവ ബുദ്ധിയോടെ പോലീസ് എല്ലാം ചെയ്യുന്നത് വളരെ ക്രേസി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യനാണ് ഈ ഘട്ടത്തിലും ഉള്ളത്. അഭിലാഷ്, യെസ്, അതാണ് പോലീസിനെ കൂസാതെ മുന്നോട്ട് പോവുകയാണ് സെബാസ്റ്റ്യൻ. പ്രത്യേകിച്ച് തനിക്ക് അസുഖമുണ്ട്, പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി ഭക്ഷണവും മരുന്നുമൊക്കെ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ തിരോധാനം നിരവധിയാണ്. ബിന്ദു പത്മനാഭൻ, ഐഷ, ജൈനമ്മ, സിന്ധു, അങ്ങനെ നിരവധിയായ ആളുകളുടെ തിരോധാനമുണ്ട്. ഇതിൽ പങ്കുണ്ടോ സെബാസ്റ്റ്യൻ ഒരു സൈക്കോ കില്ലർ ആയിരുന്നോ എന്നതിലേക്കാണ് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് പോലീസ്.